സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മൊത്തത്തിൽ നമ്മൾ ചെടീൻ്റെ ഒരു വിശേഷമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കണൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഒന്ന് ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിലൊന്ന് അറിയിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മളെ ചെടീൻ്റെ കുറച്ച് പുതിയ വിശേഷങ്ങളാണ് പറയുന്നത് കേട്ടോ. നമ്മളിവിടെ റോസ് പുതിയ പൂ വിരിഞ്ഞിട്ടുണ്ട്. റോസിന്മേൽ നല്ല പൂക്കളുണ്ടാകുന്നുണ്ട് കേട്ടോ. ഇത് റോസ് നല്ലൊരു വാസനയുള്ള റോസാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ പടർന്നു പോണ റോസും ഉണ്ട്. അങ്ങനെ നമ്മൾ മൊത്തത്തിലുള്ളൊരു ചെടീൻ്റെ ഒരു ഇതാണ് കാണിക്കുന്നത് കേട്ടോ. ഇതൊരു ഇലച്ചെടിയാണിത്. ഇത് വർഷക്കാലത്ത് ഇതിന് ഒരു പച്ച ഷെയ്ഡാവും. ഇതിപ്പോൾ ഒരു ഡാർക്കിലേക്ക് മാറിയിട്ടുണ്ട്. യൂഫോർബിയയിൽ നല്ല പൂക്കളുണ്ട്, പിന്നെ ഇലച്ചെടികളുണ്ട്. തെച്ചി നമ്മളത് അങ്ങനെ പൂവിട്ട് വരണുള്ളൂ കേട്ടോ. തെച്ചിൻ്റെ ഈ പൂവ് ഒക്കെ ഇത് തീർന്നതാണ് കേട്ടോ. നമ്മൾ തീരുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇതൊന്നിങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വേറെ പൂക്കൾ വരും കേട്ടോ. പിന്നെ അത് ഇലച്ചെടികളാണ്. ഇവിടെ തെച്ചി, ഇത് മഞ്ഞ തെച്ചിയാണ്. ഇതിപ്പോൾ നിറയെ പൂക്കളാണ് കേട്ടോ. പക്ഷേ ശ്രദ്ധിച്ച് നോക്കിയെങ്കിൽ ആ പൂക്കൾ കാണുള്ളൂ. ഇലയും മഞ്ഞ ആയതുകൊണ്ടാണ് അതിൻ്റെ ആ ഒരു ഇന്നൊരു ചീര ഉണ്ടായിട്ടുണ്ട്. ചീര കണ്ടില്ലേ? ചീര കണ്ട് അടിയിക്ക് അതിൻ്റെ വേര് ഇത്രത്തോളം കണ്ട് അടിയിക്ക് താന്നിട്ടുണ്ട് ചീര. അപ്പോൾ അത് നമ്മൾ കുറച്ച് കളഞ്ഞു കേട്ടോ. ചീര പെട്ടെന്ന് പൂവിട്ട് നമുക്കതൊരു ഉപകാരമില്ലാത്തൊരു ചീര ആയതുകൊണ്ടാണ് ഇപ്പോൾ പറിച്ച് കളഞ്ഞു. പിന്നെ തെച്ചി ഇവിടെയും പൂവിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഈ ഓലച്ചെടി കണ്ടില്ലേ? ഈ ഓലച്ചെടി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കാണാൻ നല്ലൊരു ഭംഗിയുള്ള, നമ്മൾ ഇൻഡോറാക്കിയും വെക്കാം കേട്ടോ. ഇതിൻ്റെ ഈ ചെറിയ പീസ് ഇത് കണ്ടില്ലേ? ഇതിൻ്റെ അടിയിൽ ഇതൊക്കെ തൈകളാണ്. നിറയെ തൈകൾ ഉണ്ടാകുന്ന പെട്ടെന്ന് നമുക്ക് ചട്ടിയിലൊക്കെ വളർത്തിയെടുക്കാവുന്ന ഒരു ചെടിയാണ് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ പുല്ല് നമ്മൾ നട്ടിട്ട് പുല്ല് ഇങ്ങനെ ഇവിടെയൊക്കെ പിടിച്ച് വരുന്നുള്ളൂ കേട്ടോ. പുല്ലിൽ കുറച്ച് കളകളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ ഈ ഒരു ആലിന് നമ്മളൊരു റിങ് വെച്ചിരുന്നു. അതിനൊരു പെയിൻ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നും ശരിയായില്ല. പക്ഷേ പിന്നെ നമ്മളപ്പുറത്ത് ആ വലിയൊരു ആലിന് വെച്ച റിങ് നല്ല ഷാറായിട്ടുണ്ട് കേട്ടോ. പിന്നെ പുല്ല് ഇപ്പോൾ ഈ വേനൽക്കാലമല്ല, നല്ല ചൂടുമാണ്. നന കുറഞ്ഞാൽ അപ്പം അതിൻ്റെ കളറ് മാറും കേട്ടോ. സൈഡിലൊക്കെ കണ്ടില്ല, സൈഡിൽ നല്ല ഇതുണ്ട്. പിന്നെ നമ്മളിതിന് വളമൊന്നും ഇപ്പോൾ ചെയ്തിട്ടില്ല. ശരിക്കും കുറച്ച് എന്തെങ്കിലും ഇംഗ്ലീഷ് വളം എന്തെങ്കിലും ചെയ്ത് കൊടുക്കണം, എന്നാലും അത് നല്ലൊരു ഷാറായിട്ട് വളരുള്ളൂ. പിന്നെ ഇതിന്മേൽ കണ്ടില്ല, ഒരു വേട്ടാളൻ വന്നിട്ട് കൂട് കൂട്ടാനുള്ള പരിപാടി എന്താണെന്നാവും. കുത്തിയിട്ടുണ്ടെങ്കിൽ നല്ല കടച്ചിലാവും കേട്ടോ. പിന്നെ നമ്മൾ ഈ ഇതിന്മേൽ കണ്ടില്ല, പൈപ്പുമ്മൽ ഇത് ചെയ്തത്. ഈ മൊത്തത്തിൽ പൈപ്പിൽ നമ്മളിപ്പോൾ അതാണ് പുല്ലാണ് പിടിപ്പിച്ചത് കേട്ടോ. ആ തലക്കറി 8 PVC പൈപ്പിൽ ആണ് നമ്മളിതിങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇത് ഒന്നിച്ചിങ്ങനെ ഉണ്ടാകുമ്പോൾ അത് കാണാൻ നല്ലൊരു ഇതാവും കേട്ടോ. നല്ലൊരു ഭംഗി ഉണ്ടാവും. അത് മൊത്തം ഒരു എല്ലാം PVC നമ്മൾ ഏകദേശം ഒരു 3/4 മീറ്ററോളം ഉള്ള PVC പൈപ്പുകളാണ് ഇത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ലാതെ അത് വളരുന്നുമുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ആലിന് ഇതിനും ഒരു റിങ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ആലുണ്ടല്ലോ, ഇതിൻ്റെ റിങ്ങാണ് നമ്മൾ നല്ല ഷാറായിട്ട് നല്ല ഭംഗിയിലുണ്ടാവണം കേട്ടോ. എല്ലാ പുല്ലും നല്ല ഷാറായിട്ടുണ്ട്. ഇത് നമ്മളൊരു വലിയൊരു ചെടിച്ചട്ടിൻ്റെ ഭാഗം പൊട്ടിയിട്ട് അതങ്ങനെ ഇവിടെ കൊടുന്ന് വെച്ചതാണ് കേട്ടോ. നമുക്ക് ഇതൊരു ബോൺസായി രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കണം നമുക്ക്, എന്നാലാണ് ഇത് കാണാൻ ഭംഗിയുള്ളൂ. ഈ ഒരു ആലിൻ്റെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ സൂം ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭീമാകാരമായ ഒരു ആലിൻ്റെ ഒരു പ്രതീതിയെ തോന്നാം. വേണ്ടില്ല. പക്ഷേ ഇതൊക്കെ ചെറിയ ഇതാണ്, ഇത്ര ഉള്ളത്. നമുക്കിതിങ്ങനെ കാണുമ്പോഴാണ് ആ പേട് ഇതൊക്കെ ഇറങ്ങി നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത്. നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നിർത്തണതാണ് കേട്ടോ. നല്ലൊരു ആലിൻ്റെ ഇതായിട്ടാണ് നമ്മൾ ബോൺസായി ആയിട്ട് നിർത്താനാണ്
തീരുമാനിച്ചിട്ടുള്ളത്. അതാണ് വളരാൻ വിടാത്തത്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനത്തെ ഒരു ചെറിയൊരു കമ്പ് നട്ടിട്ട് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനെ നമുക്ക് കുറച്ചുകൂടി വീതി കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇത് മുറിച്ചിട്ട് ഇവിടെ അടിയിലൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതങ്ങോട്ട് വളരുമ്പോൾ അതാണ് ജോയിൻ്റ് ആയിക്കോളും. ഈ ഒരു പീസ് അതിമക്ക് ജോയിൻ്റ് ആവും കേട്ടോ. ഈ ആലിനുള്ളൊരു പ്രത്യേകത അതാണ്. ഓരോ പീസ് വെച്ചാലും അത് ജോയിൻ്റ് ആയിട്ട് പിന്നെ ഇപ്പോൾ ഇവിടുന്നൊരു പിന്നെ ആലിൻ്റെ കൊമ്പ് ഇവിടേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അതായ്മ ഇതിൻ്റെ ഇടയിൽ നിന്നായിട്ടുണ്ടെങ്കിൽ അത് അതിൽ ജോയിൻ്റ് ആവും. അപ്പോൾ അങ്ങനെ ഒരു പിന്നെ ഗുണം കൂടി ഈ ആലിനുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു പിന്നെ ചെടി അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് ഉണ്ടെങ്കിൽ അത് ആ ഒരു ചെടി നശിക്കോളം അതാണ്ട് അതിന് ചുറ്റി വരിഞ്ഞുണ്ടാവും കേട്ടോ ആല്. ഇത് ശരിക്കും നമ്മളെ പിന്നെ പേരാലോ അരയാലോ ഒന്നുമല്ല. അത് ഇങ്ങനെ ചെടിയാക്കി വളർത്തുന്ന ഒരു ആലാണ്. ഇതിൻ്റെ പേര് ശരിക്കും എനിക്കറിയില്ല. അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോ കേട്ടോ. പിന്നെ അവിടെ കണ്ടില്ല, ഇവിടെയൊക്കെ പിന്നെ നമ്മളാ പൂക്കൾ പിന്നെ ഇലച്ചെടികൾ കണ്ടില്ലേ, ഇലച്ചെടികളും പിന്നെ ആമ്പൽ, ഈ ഇലച്ചെടി, പിന്നെ ഈ റെഡ് പ്ലാന്റ്, ഇതൊക്കെ പിന്നെ നല്ലൊരു ഭംഗിയുണ്ട്. ഇത് ഇങ്ങനെ ആ ഒരു സൈഡ് നമ്മൾ പുല്ലൊക്കെ പറിച്ച് ഇങ്ങനെ കറക്റ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ഒരു പിന്നെ ഭംഗി ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ആമ്പൽ ഈ പിന്നെ ഈ നെറ്റ് തുളച്ച് വന്നിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് കാണാൻ പറ്റുന്നത് കണ്ടില്ല. ഈ നെറ്റ് ഇങ്ങനെ നമ്മൾ പിന്നെ വലുതാകുന്നതിനനുസരിച്ച് മുട്ടാകുന്നതിനനുസരിച്ച് പിന്നെ നെറ്റിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ നല്ല ഗപ്പികളുണ്ട് കേട്ടോ. ഗപ്പികൾ നിറയെ ഗപ്പികളാണ് ഇതിൽ. പിന്നെ ഈ ക്യാമറയിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇപ്പോൾ ഗപ്പി, പിന്നെ അതേമാതിരി ഗ്ലോ ഫിഷ്, അങ്ങനത്തെ കുറച്ച് പിന്നെ പിന്നെ മീനുകൾ ഇതിലുണ്ട് കേട്ടോ. പിന്നെ ഇത് നിറയെ പൂക്കളായിട്ടുണ്ട്. പിന്നെ പിന്നെ ഗപ്പി നല്ല കുട്ടികൾ, ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ നല്ല ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരേ കളറുള്ള പിന്നെ ഗപ്പികളാണ്. പിന്നെ അതുപോലെ തന്നെ തേണ്ടിയില്ലേ ആമ്പൽ, നല്ല പിന്നെ ആമ്പലൊന്ന് ഈ ഒരു ആമ്പൽമേ 5 അവിടെ ഒരു 2 വേണുള്ളൂ കേട്ടോ. ഇങ്ങനെ വിരിഞ്ഞ് വരണുള്ളൂ. ഈ റെഡ് പ്ലാന്റ് പിന്നെ നമുക്ക് ഇതിങ്ങനെ ഈ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഭംഗിയാണ് ഇത് കാണാൻ കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ സൈഡിൽ ഈ ഒരു പച്ച ഒരു ഇതും കൂടി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് പിന്നെ ഇതിനെ വെട്ടി കറക്റ്റാക്കി കൊണ്ടുപോകണം കേട്ടോ. എന്നെങ്കിൽ ഈ ഒരു പച്ചയും കൂടി ഒരേ ഇതിൽ വളരുമ്പോഴാണ് നമുക്ക് ആ ഒരു ഭംഗി കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മൾ വളം ചെയ്യാനുള്ള ബക്കറ്റൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. കലക്കി ഒഴിച്ചു കൊടുക്കണം. അതിനുള്ള ഒരു ഒരുക്കത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോഴാണ് നമ്മളൊരു വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ വീഡിയോ എടുക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല കേട്ടോ. സമയം കിട്ടുമ്പോൾ അപ്പാണ്ട് വീഡിയോ എടുക്കുക എന്നുള്ളൂ. അല്ലാതെ നമ്മൾ വീഡിയോ എടുക്കാൻ ഇന്ന ഒരു സമയമൊന്നും ഇതാക്കണില്ല. നമ്മൾ ജോലികൾ പിന്നെ ഈ ചെടീൻ്റെ മറ്റേതിൻ്റെയൊക്കെ ജോലിയൊക്കെ തീർന്ന് പിന്നെ ഒക്കെ സമയം കിട്ടുമ്പോൾ, ഏതൊരു സമയം കിട്ടുകയാണെങ്കിലും അപ്പം നമ്മളാണ്ട് നമുക്ക് തോന്നുമ്പോഴാണ്ട് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അല്ലാതെ നമ്മൾ വീഡിയോ എടുക്കാൻ ഇന്നൊരു സമയമൊന്നുമില്ല. നമ്മൾ ഓരോരോ പിന്നെ ചെടീൻ്റെ ജോലികളൊക്കെ ഇങ്ങനെ എടുക്കുന്നതിൻ്റെ ഇടയിൽ അപ്പോൾ നമുക്കിങ്ങനെ തോന്നും പിന്നെ ഒരു വീഡിയോ എടുക്കാമെന്ന് ഇങ്ങനെ തോന്നുമ്പോഴാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേകിച്ചൊരു നിർദ്ദേശങ്ങളോ അങ്ങനത്തെ ഒരു ഉപകാരപ്പെട്ടൊന്നുമല്ല. കുറച്ച് ചെടീൻ്റെ കാഴ്ചകൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഫസ്റ്റ് നമ്മളിവിടെ ഈ വീടിൻ്റെ മുന്നിലാണ് ഈ ചെടികളൊക്കെ വെച്ചിരുന്നത് കേട്ടോ. അത് അവിടെ നമ്മൾ മാറ്റിയിട്ട് കുറച്ച് ചെടികൾ അവിടെ ഇങ്ങനെ പിന്നെ വലിയ ചെടികൾ മാത്രം അവിടെ വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഇങ്ങോട്ട് മാറ്റിട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് നമ്മൾ വെക്കുമ്പോൾ പിന്നെ ഒന്നായിട്ട് ഇങ്ങനെ കൂടിയിരിക്കുമ്പോൾ ഒരു ഭംഗിക്കുറവുള്ളതായിരിക്കും ഇങ്ങനെ തോന്നുക. എല്ലാവരും ഇങ്ങനെ പറയാം നമുക്ക് സൈഡിലേക്ക് വെച്ചുകൂടെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ പിന്നെ മതിൽമേലൊക്കെ കയറ്റി വെച്ചുകൂടെ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് എത്ര ഒരു മതിൽമ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നനക്കുമ്പോൾ ആ ചളി വെള്ളം നിറഞ്ഞ് പിന്നെ ഊർന്നിറങ്ങി ആ ചുമരൊക്കെ കണ്ട് പിന്നെ മതിലൊക്കെ പറ്റ നാശാവില്ലേ. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് നമ്മളിവിടെ നിലത്ത് വെക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ നിലത്ത് വെക്കുമ്പോൾ ഇൻ്റർലോക്കിൽ ചളിയാവും. ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ പിന്നെ അത് അതിൻ്റെ ഒരു പോസിറ്റീവായിട്ട് എടുക്കുക എന്നുള്ളൂ. അല്ലാതെ പിന്നെ
അത് കേട് വരുന്ന കരുതിയിട്ട് നമ്മൾ ചെടി പിന്നെ ഉണ്ടാക്കാതിരിക്കാനും പറ്റില്ല. അപ്പോൾ പിന്നെ ഇവിടെ ഈ ഭാഗത്തൊക്കെ ബോഗൻ വില്ലകളാണ് കേട്ടോ, അങ്ങനെയുണ്ട് വൃത്തത്തിൽ അങ്ങനെയുണ്ട് വെച്ചിട്ടുള്ളത്. അതൊക്കെ പിന്നെ ഒരുപാട് പഴക്കം ചെന്ന ചെടികളാണ്, 8-9 വർഷം പഴക്കമുള്ളതാണ് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ അറിയാം, ഇതിൻ്റെ ഈ മരങ്ങളൊക്കെ ഇങ്ങനെ പിന്നെ കാണുമ്പോൾ തന്നെ അറിയാം ഇതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ളതാണെന്ന്. നമ്മളിങ്ങനെ ഇനി പ്രൂൺ ചെയ്ത് നിർത്തിയതാണ്. അപ്പോൾ ഇനിയിപ്പോൾ പൂവ് വരും, പൂവ് ഒരു ട്രിപ്പിന് തീരുമ്പോൾ അപ്പം തന്നെ നമ്മളിത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും അത് വളരാൻ വിടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ പിന്നെ ഇതിൻ്റെ ഈ പൂവ് തീരുന്നതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ സൈഡ് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നാലാണ് നമുക്ക് ഈ ഒരു പിന്നെ എപ്പോഴും ഈ ബോഗൺവില്ല ഇങ്ങനെ പൂവുണ്ടാവുള്ളൂ. നമ്മൾ 1-2 ട്രിപ്പ് പൂവിട്ട് കഴിഞ്ഞാൽ ഇനി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ നിൽക്കുകയേ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് അത് ഒരു ട്രിപ്പ് പൂവാവും പിന്നെ തീരുമ്പോൾ അപ്പോൾ തന്നെ നമ്മളത് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും പൂവ് വരുമ്പോൾ വീണ്ടും പിന്നെ അത് പിന്നെ ഇത് തീരുമ്പോൾ നമ്മൾ വീണ്ടും അത് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കി കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ ഈ ബോഗൺവില്ല, എന്നാലേ ഇത് എപ്പോഴും പൂവുണ്ടാവുള്ളൂ. നമ്മൾ പൂവ് ഇതിനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കണ്ട, അതിൻ്റെ ഇഷ്ടത്തിനായാലും അതങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ പൂവുണ്ടാവും. അപ്പോൾ ഒരു ട്രിപ്പ് പൂവ് പിന്നെ കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ തന്നെ അത് പ്രൂൺ ചെയ്ത് കട്ട് ഒഴിവാക്കി കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ ഞാൻ നീട്ടിക്കൊണ്ട് പോകണില്ല കേട്ടോ, ഞാൻ പിന്നെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വിട്ട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ പറഞ്ഞു വരുമ്പോൾ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കുക. അപ്പോൾ ഞാനിനി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.